അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് പകുതിയായി കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഷഅബാനിലേക്ക് പ്രവേശിക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് റജബിലെ വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു ദിവസമാണ് ഇന്ന്. ഇന്നത്തെ അസർ നിസ്കരിച്ചതിന് ശേഷം, അതായത് മഗ്‌രിബിനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ യാ ഫത്താഹു യാ അല്ലാ എന്നത് 786 വട്ടം നിങ്ങൾ ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്യുക. അസർ നിസ്കരിച്ചത് അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയ്ക്കുള്ള സമയമെന്ന് പറയുന്നത്, അതും വെള്ളിയാഴ്ച ദിവസത്തിലുള്ള സമയമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു സമയമാണ്. അള്ളാഹ് പ്രാർത്ഥനകൾ കേൾക്കുന്നൊരു സമയമാണ് അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള ആ ഒരു സമയം. നമ്മളൊക്കെ വളരെ അശ്രദ്ധമായിട്ടാണ് ആ ഒരു സമയത്തെ കടന്ന് കളയുന്നത്. എന്നാൽ മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു സമയമുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ഉത്തരം നൽകുന്ന സമയം കൂടെയാണ് എന്ന് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മളിൽ നിന്നും കഴിയുമ്പോഴേക്കും ഇന്നത്തെ മഗ്‌രിബിനോട് അടുക്കുന്ന ഈ ഒരു സമയത്ത് 786 വട്ടം യാ ഫത്താഹു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ നടക്കാത്ത കാര്യങ്ങൾ പോലും അള്ളാഹിനോട് നിരന്തരം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അതും നല്ല തഖ്വയോട് കൂടിയിട്ട് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പടച്ച റബ്ബി നിങ്ങൾക്ക് ആ നടക്കാത്ത കാര്യങ്ങൾ പോലും നടത്തി തരുന്നതാണ്. അത്രക്കും ഫലം കിട്ടുന്ന ഒരു അമൂല്യ സമയമാണ് ഇന്നത്തെ മഗ്‌രിബിനോട് അടുക്കുന്ന സമയമെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ നാമമായിട്ടുള്ള യാ ഫത്താഹു യാ അല്ലാ എന്നത് എണ്ണം പിഴക്കാതെ നിങ്ങൾ ചൊല്ലുക. 786 വട്ടം നിങ്ങൾ ചൊല്ലി റബ്ബിനോട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം തുറന്ന് പറയുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. ഏത് കാര്യമാണെങ്കിലും ഹലാലായിട്ടുള്ള ഒന്നാണെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്കത് പെട്ടെന്ന് ഹാസിലാക്കി തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്തിന് നിങ്ങൾ ഇന്ന് മറക്കാതെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല നമുക്കതിന് ആയുസ്സും തൗഫീഖും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.